നമസ്കാരം. ഇന്ന് രാവിലെ ഒരു 5 മണി മുതൽ 10 മണി വരെയുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളടുത്ത് പറയുന്നത്. അപ്പം എൻ്റെ രാവിലത്തെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം? ഒരു പ്രയോജനം ഇല്ലെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് സ്കിപ്പ് അടിച്ചോളൂ. പക്ഷേ നമുക്ക് എല്ലാവർക്കും, നമ്മൾ സ്ത്രീകൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി തീർക്കാനും പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രീ ആവാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും, എപ്പോഴും പറയുന്ന കാര്യമല്ലേ. പണ്ടൊക്കെ നല്ല മടിയായിരുന്നേ. 5 മണിക്കൊക്കെ അലാറം വെച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തിട്ട് വീണ്ടും സെറ്റ് ചെയ്യും 5:15. എന്നിട്ട് മണിക്കൂറും കൂടെ ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് പിന്നെ അത് 5:30 6 മണിയാക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ മടി മാറ്റണം, അല്ലെങ്കിൽ എനിക്ക് രാവിലെ എണീക്കണം എന്നുള്ള തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിൽ ആദ്യം വിചാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം ചെയ്തത് നമ്മൾ അലാറം വെക്കുന്ന സ്ഥലവും ഇല്ലേ, അതൊന്നങ്ങ് മാറ്റി വയ്ക്കുക. അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഫോണിലായിരിക്കില്ലേ അലാറം വയ്ക്കുക, അപ്പോൾ കയ്യെത്തുന്ന ദൂരത്തുനിന്ന് മാറ്റിയിട്ട് ആ റൂമിൽ എവിടെയെങ്കിലും വയ്ക്കുക. എന്നിട്ട് നമ്മൾ നടന്നു പോയിട്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് കിടക്കാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഒരു തീരുമാനം ഉണ്ടാവണം, ഇനി മുതൽ രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാ പണിയെടുക്കുന്നത്. പക്ഷേ അത് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു സുഖം നമുക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്തു നോക്കൂ. രാവിലത്തെ ആ ഒരു സൈലൻസിൽ ജോലി ചെയ്യുമ്പോഴുള്ള ആ ഒരു സുഖം ഉണ്ടാവില്ല, അത് വേറെ തന്നെ ഒരു എനർജി തന്നെയാണ്. ഞാനിപ്പോൾ തലേ ദിവസം എല്ലാം ഇങ്ങനെ പച്ചക്കറികളൊന്നും മുറിച്ചിട്ട് വയ്ക്കുന്ന ഒരു ശീലമുള്ള ആളൊന്നുമല്ല. അങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പണികളൊക്കെ എളുപ്പമായിരിക്കും. നമ്മൾ ഇത്രയൊന്നും നേരത്തെ എഴുന്നേൽക്കണമെന്നില്ല. ചിലപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റാൽ തന്നെ ജോലിയെല്ലാം തീരും. പക്ഷേ ഞാൻ അങ്ങനെ തലേ ദിവസം ഇങ്ങനെ മുറിച്ചിട്ട് സെറ്റാക്കി വെക്കാറില്ല. ചിലപ്പോൾ ഞാൻ വിചാരിക്കും തലേദിവസം മുറിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാത്രി വീണ്ടും അടുത്ത ദിവസത്തേക്ക് മുറിച്ചിട്ടുണ്ടേ, അപ്പോൾ എല്ലാം കണക്ക് തന്നെയല്ലേ വിചാരിച്ചിട്ട് രാവിലെ ഇത്തിരി ഒന്നങ്ങ് നേരത്തെ എഴുന്നേൽക്കും. പിന്നെ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ രാത്രി തന്നെ മുറിച്ച് എല്ലാം സെറ്റാക്കി വയ്ക്കും. പിന്നെ വെള്ളം തിളപ്പിച്ച് വയ്ക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ ഗ്രൈൻഡറിൽ തേങ്ങ അരക്കുന്ന സമയത്ത് കുറച്ച് അധികം അരച്ച് വെച്ചിരുന്നു. ഗ്രൈൻഡറിൽ തേങ്ങ അരച്ചിട്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് അതങ്ങനെ ഇന്നലെ വെച്ചത് കൊണ്ട് മീൻ മുറിക്കേണ്ട പണിയും അത് തേങ്ങ അരക്കേണ്ട പണികളെല്ലാം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ രാവിലെ എഴുന്നേറ്റ് എപ്പോഴും ഇത്തിരി വെള്ളം കുടിക്കും. പിന്നെ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം എടുത്തു മാറ്റും. അതൊക്കെയാണ് അടുക്കളയിൽ വന്നാൽ ആദ്യത്തെ പണി. പിന്നെ ചോറിനുള്ള വെള്ളം വയ്ക്കും. ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിൽ ഓരോ രീതിയിലായിരിക്കും ചോറും കറികളൊക്കെ വയ്ക്കുക. പക്ഷേ നമ്മളിപ്പം എങ്ങനെ ഫുഡ് ഉണ്ടാക്കണമെന്നോ റെസിപ്പി ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പണികൾ എങ്ങനെ മാനേജ് ചെയ്തിട്ട് നമ്മൾ ടൈം മാനേജ് ചെയ്തിട്ട് എളുപ്പത്തിൽ എന്തൊക്കെ ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് ടിപ്സാണ് നേരത്തെ പറഞ്ഞതുപോലെ ഞാനിതിൽ ഷെയർ ആക്കുന്നത്. അപ്പോൾ ഇതിലിപ്പം ഞാൻ ആദ്യം വയ്ക്കുക കുക്കറിൽ ചോറാണ്. അപ്പം നിങ്ങളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം അടുപ്പിൽ വയ്ക്കുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിലും ആദ്യം അടുപ്പ് കത്തിച്ചിട്ട് അതിൻ്റെ പണി നോക്കാം. ഇനി അതല്ല, അത് നമ്മൾ രാത്രിയും ചോറ് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത്രയും നേരത്തെ ചോറ് വെച്ചാൽ ചിലപ്പോൾ ചീത്തയാവുമെന്ന് തോന്നുകയാണെങ്കിൽ അത് പിന്നെ വെക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എന്താണെങ്കിലും നമ്മൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് സെറ്റാക്കുന്ന രീതിയിൽ അടുപ്പിലേക്ക് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് എല്ലാ കാര്യങ്ങളും, അതായത് രാവിലത്തെ കാര്യങ്ങളും ഉച്ചക്കത്തെ ഫുഡും എല്ലാം ഒരുമിച്ച് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പം കുക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം ഒത്തിരി വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിലങ്ങ് അരിയിടും. എന്നിട്ട് ടാപ്പ് തുറന്നിട്ട് പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഞെരടി കഴുകിയിട്ട് അതിൻ്റെ മുകളിൽ എന്തായാലും കുറച്ച് പോളിഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, പോകുന്നതൊക്കെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞെരടി കഴുകിയിട്ടാണ് കുക്കറിലേക്ക് ഇടുക. അതിൻ്റെ ഇടയിൽ അത് കഴുകുന്നതിൻ്റെ ഇടയിൽ കുക്കറിൽ വെള്ളം വെക്കും. അപ്പോൾ അതങ്ങ് ചൂടാകുന്ന സമയത്ത് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് ചെയ്യാമല്ലോ. എന്നിട്ട് അതിലിട്ടിട്ട് കുക്കർ അടച്ചു വയ്ക്കും. ഇതിപ്പോൾ കുറുവി അരിയാണ്, അതുകൊണ്ട് ഒറ്റ വിസിൽ തന്നെ ഈ ഒരു അരി സെറ്റാവും, ചോറ് സെറ്റാവും. അപ്പം ഞാൻ ആദ്യം ചെയ്യാറുള്ളത് ചോറിന് അരി ഇട്ട് കഴിഞ്ഞ പിന്നെ 3 കാര്യങ്ങൾ എപ്പോഴും ഞാൻ വീഡിയോയിൽ കേട്ടവർക്കൊക്കെ അറിയാം. 3 കാര്യങ്ങളങ്ങ് ഓർഡറിൽ സെറ്റാക്കി വെക്കുക. അതായത് മീനിൻ്റെ കാര്യങ്ങൾ, പിന്നെ പച്ചക്കറികൾക്ക് മുറിച്ചിടാനുള്ളത്, പിന്നെ തേങ്ങ ചിരവി വയ്ക്കുക. ഈ 3 കാര്യങ്ങൾ മനസ്സിൽ നമ്മളങ്ങ് പഠിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി പണി തീർന്നു. അപ്പോൾ മീനിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മീൻ നമ്മൾ നേരത്തെ എഴുന്നേറ്റ ഉടനെ തന്നെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വെക്കുമല്ലോ. ഇനിയിപ്പം നമ്മൾ ചായയൊക്കെ കഴിഞ്ഞിട്ട് 11 മണിക്കൊക്കെയാണ് ചോറിൻ്റെ പണി നോക്കുന്നതെങ്കിലും അപ്പോഴും ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്താൽ മതി. ചോറിന് അടുപ്പിൽ വെള്ളം വെച്ചിട്ട് അത് തിളക്കുന്ന സമയത്ത് മീൻ മുറിക്കാൻ പോവുക, അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ പുലർച്ചയ്ക്ക് തന്നെ ചെയ്യണമെന്നില്ല, എപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാലും ഒരു 1.5 മണിക്കൂർ കൊണ്ട് തീരുന്ന രീതിയിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ചോറിന് വെള്ളം വെച്ചു. ഇനിയിപ്പോൾ മീൻ എനിക്ക് കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് അതിപ്പം മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിലാവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് അരച്ച് വെച്ചതുകൊണ്ട് അരക്കേണ്ട പണിയില്ല, കുറച്ച് തേങ്ങ ചിരകണം. അതിപ്പം നമ്മൾ പൊട്ടിച്ച തേങ്ങയുണ്ട്, അതൊന്ന് ചിരകി വെക്കും. പിന്നെ
ഉപ്പേരിക്കുള്ളത് മുറിച്ചിടുക. ഇതിപ്പോൾ ചോപ്പർ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ബട്ടർഫ്ലൈൻ്റെ ആണ്. ഇതിന് മുന്നേ ഞാനൊന്ന് വാങ്ങിയിരുന്നു, പക്ഷേ അത് അത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് അടിപൊളിയാണ്, നല്ല ബ്ലേഡും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ബ്ലേഡ് ഇതിൽ വരുന്നുണ്ട്, കുറച്ച് ഹൈറ്റും കൂടുതലാണ്. അപ്പം ഒരു 4 പേർക്കൊക്കെ ഉപ്പേരിക്കൊക്കെ നമുക്ക് മുറിച്ചിടാൻ വേണ്ടിയിട്ട് സുഖമായിട്ട് ഇതിൽ കൊള്ളും. ഞാനിപ്പോൾ ഇത് സ്ഥലം ഉള്ളത് കൊണ്ട് അതിൽ വലിയുള്ളിയും നമ്മുടെ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ പച്ചമുളക് ഇടാത്തത് തന്നെയാണ് നല്ലത്, കാരണം അതിൻ്റെ മൂർച്ച പെട്ടെന്ന് പോകും തോന്നുന്നു. അപ്പോൾ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ പച്ചമുളകൊന്നും മുറിച്ചിടണ്ട. പക്ഷേ നമ്മുടെ സവോളയും ബാക്കിയുള്ള വെജിറ്റബിളൊക്കെ ചോപ്പ് ചെയ്യാൻ അടിപൊളി സാധനമാണ്. ഫോൺ തുറക്കുമ്പോൾ ഒരുപാട് ഓൺലൈൻ പ്രോഡക്റ്റ്സ് ഒക്കെ കാണാറുണ്ട്. പക്ഷേ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ എനിക്ക് എല്ലാവരോടത്തും പറയാനുള്ളത്, നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് 2 or 3 തവണ ഒന്നങ്ങ് ആലോചിച്ചിട്ട് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയാൽ മതി. കാരണം ഓൺലൈനിൽ കാണുന്നതുകൊണ്ട് നമുക്കിപ്പോൾ പുറത്ത് പോയിട്ട് വാങ്ങണ്ടെന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാൻ തോന്നും. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നത് നമ്മൾ അറിയില്ല. പക്ഷേ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന് പകരം അത്യാവശ്യമാണെങ്കിൽ മാത്രം വാങ്ങുക. ഇതിപ്പം ഞാൻ എന്നോടുകൂടെ പറഞ്ഞിട്ട് എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. പക്ഷേ വാങ്ങുവാണെങ്കിൽ എന്തും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങാൻ നോക്കുക. അപ്പോൾ എന്താ, ഇതിന് ഞാൻ ഗ്യാരണ്ടി, എനിക്ക് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല, എന്നാലും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് ഈ ബട്ടർഫ്ലൈയുടെ ഈ ചോപ്പർ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വാങ്ങിയിട്ട് ഇതേപോലെ എൻ്റെ അഭിപ്രായം തന്നെയാണെങ്കിൽ ഒന്ന് പറയണേ, നമുക്കറിയാമല്ലോ. പിന്നെ ഇന്നിപ്പം നമ്മുടെ ചായക്ക്, അതായത് ചോറിപ്പം അവിടെ വെച്ചു, അതിൻ്റെ ഇടയിൽ അത് വിസിൽ വന്നിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുക്കറിൽ വെക്കുമ്പം മൊത്തം വെയിറ്റ് നമ്മൾ എന്താണ് വിസിൽ, അതിൻ്റെ എയർ പോവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറ്. അതിനൊരു ടൈം ഉണ്ട്, അതായത് മുഴുവൻ എയർ പോകുന്നതിൻ്റെ മുന്നേ തന്നെ വാർക്കണം, അല്ലെങ്കിൽ ചോറ് നല്ല വെന്ത് പോകും. അപ്പോൾ ഇത് നമുക്കൊരു ടൈം മനസ്സിലാവുമല്ലോ. അധികം എയർ പോകുന്നതിൻ്റെ മുന്നേ തന്നെ അത് തുറന്നിട്ട് പൈപ്പിൻ്റെ ചോട്ട് കാണിച്ച് തുറന്നിട്ട് അന്നങ്ങ് വാർത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്നിപ്പം പഴം പുഴുങ്ങുന്നുണ്ട്, റവയുടെ ഉപ്മാവാണ്. അപ്പം പെട്ടെന്ന് തന്നെ പണി കഴിയുമല്ലോ. അതിൻ്റെ ഇടയിൽ ചോപ്പർ കൊണ്ട് നമ്മൾ അത് ചോപ്പ് ചെയ്തിട്ടുണ്ട്, ഉപ്പേരി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം രണ്ട് അടുപ്പ് 3 അടുപ്പ് ഉണ്ടെങ്കിൽ 2 മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. എങ്കിലും ഒരു 1.5 മണിക്കൂർ കൊണ്ട് എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട്. എൻ്റെ ഈ മസാല പൊടികളൊക്കെ ഇടുന്ന ഉപ്പ്, മഞ്ഞൾ, മുളക് ഇതൊക്കെ ഇടുന്ന പാത്രങ്ങൾ സെല്ലോടെയാണ്. അത് ഓൺലൈനിൽ വാങ്ങിയതാണ് നമ്മൾ വീട് പണിയുടെ സമയത്ത്. 2-2.5 കൊല്ലമായല്ലോ. പക്ഷേ എനിക്കിതിപ്പോൾ ഇത് മാറ്റിയിട്ട് പുതിയ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ കാണാറില്ലേ, ഒരുപാട് ലവിൻ്റെ ഷേപ്പ്, ഹാർട്ട് ഷേപ്പൊക്കെ ഉള്ള, അല്ലെങ്കിൽ അതിൻ്റെ എംബ്ലമൊക്കെ ഉള്ളത് കാണാറുണ്ട്. പക്ഷേ അതിലൊന്നും അങ്ങനെ ക്രേസ് ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പൊട്ടുമ്പോഴോ അല്ലെങ്കിൽ ഇത് കളർ ഫെയ്ഡ് ആകുമ്പോഴോ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ അടുത്തതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. പക്ഷേ എന്നെപ്പോലെ എല്ലാവരും ഇങ്ങനെയൊന്നും പിശിക്കണം എന്നൊന്നും ഇല്ല. അതൊന്നും ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് പറഞ്ഞതാണ്. പിന്നെ ഇത് വായു വട്ടമുള്ള ഒരു ടൈപ്പുള്ള കണ്ടെയ്നർ ബോക്സാണ്. ഇത് ഞാൻ മനഃപൂർവ്വം, അതായത് ബോധപൂർവ്വം ഇങ്ങനെ സെലക്ട് ചെയ്ത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഞ്ഞളും മുളകൊക്കെ പൊടിപ്പിച്ചിട്ട് വലിയൊരു പാത്രത്തിലാണല്ലോ നമ്മൾ വെക്കുക. അതൊക്കെ ഞാൻ സ്റ്റീലിൻ്റെ വലിയ ടിപ്പിയില്ലേ, അത് ഇങ്ങനെയുള്ള തൂക്ക് ടിപ്പി, അങ്ങനെയുള്ള തൂക്കി പിടിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള പാത്രങ്ങളിൽ ഇട്ട് വയ്ക്കും. എന്നിട്ട് പിന്നെ ഇതിലിങ്ങനെ കുറച്ചാക്കിയിട്ട് ഇടുക. പക്ഷെ നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ ചെറിയൊരു വായു വട്ടമുള്ള വിസ്താരമൊക്കെ ഉള്ളതാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ വലുതാണെങ്കിൽ വലിയ സ്പൂൺ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ നോക്കിയിട്ട് വാങ്ങിയത്. പിന്നെ മീനൊക്കെ ഇങ്ങനെ ഏതാണ്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലാവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി വീണ്ടും വെള്ളത്തിലിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും മീൻ വയ്ക്കുക. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് തലേദിവസം കട്ട് ചെയ്താൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ തോന്നും. അല്ലെങ്കിൽ ഒരു ഉണക്കൽ പോലത്തെ ഒരു ചൊവയായിരിക്കും ഡയറക്റ്റായിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ. വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മുടെ മീനിൻ്റെ വെക്കുമ്പോഴുള്ള ഫ്രഷ്നെസ് അതേപോലെ നമുക്ക് തിരിച്ചെടുക്കുമ്പോഴും കിട്ടും കേട്ടോ. എത്ര തലേ ദിവസം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചാണെങ്കിൽ, അത് വെള്ളത്തിലാണോ അല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും ഫ്രീസറിൽ വെച്ചാലും ഉപയോഗിക്കാൻ നോക്കുമ്പോൾ ഒന്നും കൂടെ കഴുകാറില്ലേ, ഞാനങ്ങനെ കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു തൃപ്തി വരാത്തതുപോലെ, പ്രത്യേകിച്ചും ചിക്കനും മീനൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ കഴുകണം. അല്ലെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു ബ്ലഡിൻ്റെ അംശമൊക്കെ ഉണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പം അങ്ങനെ അതും കൂടെ ഒന്നുകൂടെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ പഴം അങ്ങ് പുഴുങ്ങിയിട്ടുണ്ട്. ഉപ്പേരി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കാരണം ബീട്രൂട്ട് ഇവിടെ നന്നായിട്ട് വേവണം. അതുകൊണ്ട് തന്നെ അങ്ങ് വെള്ളത്തിൽ അതും അങ്ങ് തിളക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളെ വടകരക്കാരുടെ മീൻകറി എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും നമ്മുടെ തക്കാളി ഇല്ലേ, അതും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ അരച്ച തേങ്ങയും ചേർത്ത് മഞ്ഞളും മുളകും ഉപ്പും പുളിവെള്ളവും, പുളി ഇവിടെ നമ്മൾ സാധാരണ നമ്മുടെ കുടംപുളിയല്ല, പിഴിയുന്ന പുളിയില്ലേ, വാളംപുളി, അതങ്ങ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഞെരടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കി വെക്കുക.
പല നാട്ടിലും പല രീതിയിലായിരിക്കും. നമ്മൾ വടകരക്കാരുടെ മീൻകറി ഇങ്ങനെയാണ്. ഈ ഒരു മീൻകറി വെക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ തേങ്ങയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലേ ദിവസം ഗ്രൈൻഡറിലിടുമ്പോൾ ഒരുമിച്ചങ്ങ് ഇട്ടത്. ഒരു 2 തേങ്ങയൊക്കെ ഒരുമിച്ചങ്ങ് ഇട്ടു. അപ്പോൾ പിന്നെ ഇന്നലെ ഇന്നുമായിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ എന്നിട്ട് ഇന്ന് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അതിൽ കറിവേപ്പിലയും കൂടി ഇടണേ. നിങ്ങൾ ഇതുപോലെയാണ് വെക്കുന്നതെങ്കിൽ എങ്ങനെ വെച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെസിപ്പി ഷെയർ ചെയ്യലല്ല പ്രധാന ഉദ്ദേശം, നമ്മളെ ടൈം മാനേജ്മെൻ്റ് ആണ്. ഇതിലിപ്പം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയിൽ ഇന്നലെ അരച്ച് വെച്ചത് ഇത്രയും ഉണ്ട്. അതിലിപ്പം കുറച്ചേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ മീൻ മുളകിടുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കണ്ടോ തേങ്ങയുടെ ആ ഒരു അരവിൻ്റെ പാകം കണ്ടോ, നല്ല കൺമഷി പോലെ അരിയാന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗ്രൈൻഡറിൽ വെക്കാൻ അല്ലെങ്കിൽ അരക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എപ്പോഴും അത് എടുക്കണമെന്ന് ആവശ്യമില്ല. പക്ഷേ ഇപ്പം പണ്ടത്തെ പോലെയല്ലല്ലോ. പണ്ട് നിലത്ത് വെക്കുന്ന ഗ്രൈൻഡറൊക്കെ ആയിരുന്നു വലിയത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. സ്റ്റാൻഡിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന 2 ലിറ്ററിൻ്റെയും 1 ലിറ്റർ 3 ലിറ്ററിൻ്റെ ഒക്കെ ഗ്രൈൻഡർ ഉണ്ട്. അപ്പോൾ 2 ലിറ്ററൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഫാമിലിക്ക്, ചെറിയതല്ല ഒരു 6-7 പേരുള്ളതാണെങ്കിലും അന്നന്ന് അരച്ചിട്ട് നമ്മൾ കറി വെക്കുന്നതാണെങ്കിൽ 2 ലിറ്ററിൻ്റെ ഗ്രൈൻഡറൊക്കെ നല്ലതാണ്. അങ്ങനെയുള്ള ഗ്രൈൻഡറൊക്കെ ആണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അതെടുത്ത് കഴുകാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. ഇനിയിപ്പോൾ നന്നായിട്ട് അരയുന്ന മിക്സിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഗ്രൈൻഡറിൽ അരച്ച തേങ്ങ കൊണ്ടുണ്ടാക്കുന്ന മീൻകറി തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നെന്ന് മാത്രം. തിരക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ തട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് മിക്സിയിലൊക്കെ ചെയ്യും. പക്ഷേ മിക്സിയിൽ നമ്മൾ തേങ്ങ എങ്ങനെയാണെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ എന്നാലും അതൊരു ട്രിക്ക് ഉണ്ട്. മിക്സിയിൽ അരച്ചിട്ട് ഇതുപോലെ നമുക്ക് തേങ്ങ അല്ലെങ്കിൽ മീൻകറി കിട്ടണമെങ്കിൽ ആ ഒരു അരപ്പുണ്ടാവില്ലേ, മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് അത് നമ്മൾ അരിപ്പയിലൂടെ ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിക്കുക. അപ്പം കുറേ ആ തേങ്ങയുടെ ആ ഒരു ചണ്ടി അതിൽ അടങ്ങിയിട്ടുണ്ടാവില്ലേ നമ്മുടെ അരിപ്പയിൽ, അതിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ ഒരു തേങ്ങയുടെ ആ ഒരു പീരയുടെ പൊടികൾ ഉണ്ടാവില്ലേ, ആ പൊടിയിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് വീണ്ടും ആ ഒരു നമ്മൾ ചട്ടിയിലേക്ക് ഇടുക. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് പൊടികൾ നമ്മൾ വേസ്റ്റായിട്ട് കളയുക. അങ്ങനെ ചെയ്ത് നോക്ക്. അങ്ങനെയാണെങ്കിലും നല്ല മീൻകറി കിട്ടും കേട്ടോ, മിക്സിയിലാണ് അരക്കുന്നതെങ്കിൽ. പറഞ്ഞ് നമ്മുടെ ഉപ്പേരി അവിടെ സെറ്റായിട്ടുണ്ട്. അതിൽ നമ്മൾ നേരത്തെ ചിരകി വെച്ചിട്ടുള്ള തേങ്ങയില്ലേ അതവിടെ ചേർത്തിട്ടുണ്ട്. മീൻകറി അവിടെ തിളക്കുന്നുണ്ട്. മീൻകറി വെക്കുമ്പോൾ ചെറിയ, അതായത് പാത്രത്തിനേക്കാളും അല്ലെങ്കിൽ ചട്ടിയേക്കാളും വലിയ ചട്ടിയിൽ വെച്ചാൽ തിളച്ച് മറിയാതെ പോകും. ഇതുപോലെ തേങ്ങ അരച്ച് വെക്കുകയാണെങ്കിൽ തിളച്ച് മറിയാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ പാത്രത്തിൻ്റെ വലിപ്പം ഒന്നങ്ങ് കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ അത് തിള വരുന്ന സമയത്ത് കയ്യിലിട്ടിട്ട് അല്ലെങ്കിൽ സ്പൂണില്ലേ അതിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് ആറ്റിക്കൊണ്ടേ ഇരുന്നാൽ മതി. തിളച്ച് മറിയില്ല. തിളച്ച് മറിഞ്ഞ കറിയാണെങ്കിൽ പിന്നെ ആ കറി ഉപയോഗിക്കാത്തതാണ് നല്ലത്. കാരണം ഉള്ളൊഴിഞ്ഞ പോലെ ഉണ്ടാവും, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ കറി വയ്ക്കുമ്പോൾ ഇങ്ങനെ തിളച്ച് മറിയാതെ നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ ചോറ് കണ്ടില്ലേ, അത് നല്ല പൊരി പൊരി പോലെയുള്ള ചോറായിട്ട് കിട്ടിയിട്ടുണ്ട്. കുക്കറിൽ വെച്ചാണെന്ന് പറയേയില്ല. അതും അങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ കൈ ഇങ്ങനെ ഒഴിയുമ്പോൾ നമ്മുടെ കൈ ഫ്രീ ആകുമ്പോൾ വെറുതെ നിൽക്കാണ്ട് അടുത്തടുത്ത പണികൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് നമ്മുടെ മത്തിയില്ലേ അത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അത് വെച്ച കൂട്ടത്തിൽ അതെടുത്തിട്ട് ഞാൻ ഉപ്പും മഞ്ഞളും മുളകും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് പെരക്കി വെക്കുക. ഇതൊന്ന് പൊരിച്ചെടുക്കണം. ഇത് കുറച്ച് അധികം ഉണ്ട്. ഞാനെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പൊരിച്ചെടുക്കാമെന്ന് പെരക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അതങ്ങ് സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഇത് പൊരിക്കാനുള്ളതാണല്ലോ, ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ആ ഇഞ്ചി കുത്തുന്ന കല്ല് ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ്, അമ്മ വാങ്ങി തന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ഇഞ്ചി കുത്തുന്ന കല്ലുണ്ടെങ്കിൽ എല്ലാത്തിലും നമ്മൾ മിക്സി വലിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അമ്മി ഒന്ന് ചതച്ചാലും മതി. ഇവിടുത്തെ അമ്മി നമുക്ക് അവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്ത് വെച്ചിരിക്കുക. ചിലർക്ക് പാട്ടൊക്കെ കേട്ടിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാട്ടോ. ഇഷ്ടമൊക്കെയാണ്, പക്ഷേ എനിക്ക് സ്പീഡ് കിട്ടില്ല. എനിക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അതുമാത്രം ഒന്ന് ചെയ്യണം. അല്ലാതെ വേറൊരു കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ട് ആ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ശരിയാണ്, റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ സ്പീഡ് കിട്ടില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പാട്ടും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഒന്നും നമ്മൾ റെക്കോർഡ് കേൾക്കുക ഒന്നും ചെയ്യില്ല. എൻ്റെ ഈ ഒരു ജോലി മാത്രമാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുളകിടാനുണ്ടത്. അപ്പോൾ കുറച്ച് നമ്മുടെ അയക്കൂറയില്ലേ, അയക്കൂറ മീനാണ് കിട്ടിയത്. അയക്കൂറ നെയ്മീനാണെന്ന് തോന്നുന്നു അല്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയാം. അപ്പോൾ അത് നമ്മൾ രാത്രി ഇട്ട് കഴിഞ്ഞാൽ രാത്രിത്തേക്കുള്ള ഒരു കറിയും ആയല്ലോ. വേണമെങ്കിൽ ഉച്ചക്കും എടുക്കുക. ആ ഒരു രീതിയിൽ അത് മുളകിടാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതിനായിട്ട് സാധാരണ ഇങ്ങനെ വഴറ്റിയൊന്നും വെക്കാറില്ല. കാരണം എന്നും വെക്കുന്ന കറികളൊന്നും ഇങ്ങനെ വഴറ്റി വെക്കുകയാണെങ്കിൽ പിന്നെ എന്തിനു പോറ്റും. അതുകൊണ്ട് അതൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് വെക്കുമ്പോഴല്ലേ ചെയ്യൂ. ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെയാണ് വെക്കാറുള്ളത്. അതായത് നമ്മൾ അതിൽ ചെറിയുള്ളിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം അതിലിട്ടിട്ട് മഞ്ഞളും മുളകും ഉപ്പും നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളിവെള്ളയില്ലേ അതും എല്ലാം ഇട്ട് ഞരടിയിട്ട് ഇത്തിരി തേങ്ങ നമ്മൾ ചിരകിയല്ല ഇന്നലെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ
ഒരു പൊടിക്ക് അതും കൂടെ ഇട്ടിട്ടാണ് അടുപ്പിൽ വെക്കുന്നത്. ഇത് തിള വന്നു കഴിഞ്ഞാൽ ഉലുവ വറുത്ത് പൊടിച്ചത് വീട്ടിലുണ്ടെങ്കിൽ അതിട്ടാൽ മതി. പക്ഷേ നമ്മുടെ പലരുടെയും വീട്ടിൽ അത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഉലുവ വറവിലിട്ടിട്ട് അതങ്ങ് ഇങ്ങോട്ടേക്ക് തട്ടിയാൽ മതി. അങ്ങനെ നമ്മുടെ ആ ഒരു മുളകിട്ടത് റെഡിയാവും. പിന്നെ ഇതിൽ ചെറിയുള്ളിയും കാര്യങ്ങളൊക്കെ തലേ ദിവസം ഒന്നും തൊലി പോക്കിയതല്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ചോറ് വെക്കുന്ന സമയത്ത് 3 കാര്യങ്ങൾ. ഒന്ന് മീൻ എല്ലാം സെറ്റാക്കുക, മഞ്ഞൾ മുളകൊക്കെ ഇട്ട് വെക്കുക, പിന്നെ തേങ്ങ ചിരകി വെക്കുക, അരക്കുക. പിന്നെ മൂന്നാമത്തത് പച്ചക്കറികൾ മുറിച്ചിടുക. ആ പച്ചക്കറികൾ മുറിച്ചിടുന്ന കൂട്ടത്തിലാണ് ഞാൻ ഉള്ളിയും ഇന്ന് ആവശ്യമുള്ളതെല്ലാം പുറത്തെടുത്ത് വെച്ചിരുന്നു. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അങ്ങ് സെറ്റാക്കി വെച്ചത്. അപ്പോൾ എന്താ, ഇന്നത്തേക്കുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നമുക്കതിൽ നിന്ന് എടുക്കാൻ പറ്റുമല്ലോ. ബാക്കിയുണ്ടെങ്കിൽ അതൊരു പാത്രത്തിലിട്ടിട്ട് വെച്ചാൽ മതി, നമുക്ക് നാളെയും എടുക്കാമല്ലോ. അതിൻ്റെ ഇടയിൽ നമ്മൾ മീൻകറിക്ക് വറവിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വറവിട്ട് എന്തിനാണെന്നറിയോ, ഉപ്പുമാവല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, വേറൊരു പാത്രം അതിനായിട്ട് അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വറവിടാൻ വേണ്ടി സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഉപ്പുമാവ് ചിലപ്പോൾ അടിക്ക് പിടിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്നുകിൽ ഇരുമ്പിൻ്റെ ചീൻചട്ടി അല്ലെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് എടുക്കാറ്. എന്താണെങ്കിലും ഇവിടെ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വറവിട്ട പാത്രത്തിൽ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ പാത്രം കഴുകാനുള്ള എണ്ണവും കുറയും, നമുക്ക് ഇതുപോലെ തന്നെ വേറെ പാത്രം വലിക്കാനുള്ള ടൈമും അവിടെ ഒഴിവായി കിട്ടും. റവയുടെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾ ഇതിൽ കൂടുതൽ വെജിറ്റബിൾസൊക്കെ ഇടുവാണെങ്കിൽ ഒന്ന് പറയണേ. എല്ലാം ഒന്നങ്ങ് വറവിലേക്ക് ഇട്ടിട്ട് വഴറ്റിയിട്ട് നെയ്യും കൂടെ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ കൂടെ ഇട്ടിട്ട് തിളപ്പിക്കുന്ന ഒരു സ്റ്റേജാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് വറുത്ത റവയായതുകൊണ്ട് ഡയറക്റ്റായിട്ട് അങ്ങ് ചേർക്കുന്നു. ഇനിയിപ്പോൾ വറക്കാത്ത റവയാണെങ്കിൽ വേറൊരു ഇരുമ്പ് ചീനിച്ചട്ടിയോ അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള പാത്രം എടുത്ത് ഡ്രൈ ആയിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്യാം നമ്മുടെ ഈ ഒരു റവ. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ടാൽ മതി. റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 5 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിലും 5:30 മാത്രമേ അടുക്കളയിൽ എത്താറുള്ളൂ. അപ്പോൾ 5:30 മുതൽ 6:30, 7, അപ്പോൾ 1.5 മണിക്കൂർ മതിയാവും. അത്രയും മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ദോശയോ അല്ലെങ്കിൽ വേറെ കൊഴുക്കട്ടൊക്കെ ആണെങ്കിൽ ഒരുപാട്, അല്ലെങ്കിൽ പത്തലൊക്കെ ഇല്ലേ, അതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കും. 2 മണിക്കൂർ തന്നെ വേണ്ടി വരും. ഇതിപ്പോൾ ഉപ്പുമാവും പഴമൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഇവിടെ ഇപ്പം പോകേണ്ട സമയം ആയവരൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛനും മോക്കൊക്കെ പോകണം. അപ്പോൾ ഞാനത് അവർക്ക് ഫുഡ് ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ മുളകിടാനുള്ളത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ടല്ലോ, അതവിടെ സെറ്റാവുന്നുണ്ട്. പിന്നെ മീൻ പൊരിക്കാനുള്ളത് അതും കൂടെ സെറ്റാക്കി വെക്കണം. അപ്പോൾ ഇനിയിപ്പം വേറെ പണികളും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പം ആ പൊരിക്കുന്ന കല്ല് ചൂടാകുന്നതിൻ്റെ ഇടയിൽ ആ ഒരു കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ തുടച്ചെടുക്കുകയാണ്. പിന്നെ പാത്രങ്ങൾ അത്യാവശ്യമുള്ളത് വീണ്ടും അത് തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് പിന്നെയുണ്ട് അത് ബേസിനിലൊക്കെ വെച്ചിട്ട് ഇവിടെ ഒന്നങ്ങ് തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഈ ഒരു നമ്മൾ എടുത്ത ഡബ്ബകളൊക്കെ ഇല്ലേ, പാത്രങ്ങൾ, അതെല്ലാം ഒന്നങ്ങ് തുടച്ചിട്ട് ഞാൻ എപ്പോഴും ഇത് ചെയ്യാറുണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ അങ്ങനെ അങ്ങ് ഷെൽഫിലൊക്കെ എടുത്ത് വെക്കുമ്പോഴാണ് നമ്മൾ കൈയൊക്കെ നനഞ്ഞിട്ട് പിടിക്കുകയൊക്കെ ചെയ്യില്ലേ, അപ്പോൾ മഞ്ഞളൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിങ്ങനെ കട്ടക്കട്ടയായിട്ട് കിടക്കും. അപ്പോൾ എപ്പോഴും ചെയ്യുക, അതായത് എല്ലാ ജോലികളും ഒരുമിച്ച് തീർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഷെൽഫിലേക്ക് മാറ്റി വെക്കുമ്പോൾ ഒന്നങ്ങ് തുടച്ച് വെച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡീപ്പായിട്ട് ഈ ഒരു പാത്രങ്ങളൊന്നും കഴുകേണ്ട, അതായത് കണ്ടെയ്നർ ബോക്സൊക്കെ ഇല്ലേ, കഴുകേണ്ട ഒന്നും ആവശ്യം വരില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആ ഒരു പൊരിക്കുന്നത് നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് മാത്രം പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിടാൻ പറ്റും. ആ കറിവേപ്പിലൊന്നും അടിയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ദോശക്കല്ലിലോ ഇരുമ്പിൻ്റെ പൊരിക്കുന്ന കല്ലിലോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും മീൻ പൊരിച്ചത് ടേസ്റ്റ്. അത് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ, നല്ല നോൺ സ്റ്റിക്കിൽ പൊരിക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താണ് ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ ഇതില്ലേ ഹോബ് വൃത്തിയാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ എനിക്ക് വാങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞതാണ്, ചൂടോടെ ഒരിക്കലും നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് തുടക്കാൻ പാടില്ല. ചൂട് ചെറുതായിട്ട് നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രം തുടക്കുക. നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയുള്ള ഹോബൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അതിൻ്റെ ഇടയിൽ നമ്മുടെ സിങ്കും കാര്യങ്ങളൊക്കെ, ആ ഭാഗത്തെ സിങ്കൊക്കെ ഞാൻ കഴുകുന്നുണ്ട്. പിന്നെ ഇവിടെ ഹുഡ് വെച്ചിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് സ്ഥലക്കുറവാണ്. പിന്നെ നമ്മുടെ ജനല നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ ഒരു പാളി അങ്ങ് തുറന്നിടും. അപ്പം നമുക്ക് പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എക്സോസ് ഫാൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് അത്ര സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഷീറ്റ് ഇട്ടത് കൊണ്ട് തന്നെ അങ്ങനെ കാറ്റൊന്നും അടുക്കളയിലേക്ക് വരാറുമില്ല. ഇനിയിപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ ഞാനവിടെ തേച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കിട്ടിയപ്പോൾ, ഫ്രീ ടൈം എന്ന് വെച്ചാൽ പൊരിക്കാനുള്ളതൊക്കെ വെക്കുമ്പോൾ നമ്മളങ്ങനെ വെറുതെ അത് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ സമയത്ത് നമ്മൾ ഇതൊക്കെ അങ്ങ് തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് കഴുകിയൊക്കെ എടുക്കണം. ഇനിയിപ്പോൾ ഉപ്മാവ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, 1.5 മണിക്കൂർ കൊണ്ട് രാവിലത്തെയും ഉച്ചക്കത്തെ എല്ലാം ഫുഡായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ കുക്കറിൻ്റെ കാര്യമില്ലേ,
ഈ കുക്കർ കഴുകുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ. എപ്പോഴും ആ ഒരു വിസിൽ ഇടുന്ന അല്ലെ വെയിറ്റ് ഇടുന്ന ആ ഒരു പാർട്ടില്ലേ അവിടെ ഹോളെങ്ങാനും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഒന്നങ്ങ് കളഞ്ഞാൽ മതി. അതായത് നമ്മൾ തേച്ച് കഴുകി വെക്കുന്ന സമയത്ത് ഒന്നങ്ങ് ഊതുക. എന്നിട്ട് നമ്മളൊന്ന് വെക്കുവാണെങ്കിൽ ധൈര്യമാണല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കരടൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത ട്രിപ്പ് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് കുക്കർ ഇങ്ങനെ എയർ ടൈറ്റ് ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. പേടിപ്പിക്കുന്നതല്ല കേട്ടോ. എന്തായാലും നമ്മൾ കഴുകി വെക്കുകയല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ കുക്കർ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഊതിക്കളഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി അപ്പുറത്തെ സൈഡ് അതിൻ്റെ ഹോളിൽ കൂടെ കാണുന്നുണ്ടോയെന്ന്. അതൊക്കെ നമ്മൾ ശീലിച്ച് കഴിഞ്ഞാൽ എല്ലാം അതിൻ്റെ ഭാഗമാവും. എനിക്കിപ്പോൾ ഒരു കുക്കർ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുക്കർ എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ അറിയാതെ അതങ്ങ് ഊതിയിട്ട് ഒന്നങ്ങ് നോക്കിപ്പോവും അത് ഹോളെങ്ങാനും ഉണ്ടോയെന്ന്. അതൊരു ശീലമായി പോയത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ലിക്വിഡൊക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിലില്ലേ അതെല്ലാം കഴുകി ആ ഭാഗമൊക്കെ അങ്ങ് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 5:30ക്കാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. 6:30 7 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഉപ്മാവായതുകൊണ്ടാണ് 7 മണിയൊക്കെ കഴിഞ്ഞത്. ഇനിയിപ്പം വേറെ എന്തെങ്കിലും ദോശയൊക്കെ ആണെങ്കിൽ 7:30 ആവും. അപ്പം അതിന് ശേഷമുള്ളത് പാത്രം കഴുകലും കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെ വന്നാലും ഇന്ന് 7:30 ആകുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ 8 മണിയാവും കേട്ടോ. അപ്പം നമ്മളത് ഈ ഒരു ഓർഡറിലങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് എല്ലാ പണികളും കഴിയും. ഇനിയിപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിങ്ങനെ ബാക്കിയുള്ളതൊന്നും ചെയ്യില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാ പണികളും ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കും. ഒന്നുകിൽ എനിക്ക് ഫുഡ് കഴിക്കാനുള്ള സമയം, അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പേപ്പർ വായിക്കുക അങ്ങനെ. പക്ഷേ ഫോണും നോക്കിയിട്ട് ഇരിക്കുവാണെങ്കിൽ തീർന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു കൺട്രോൾ ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ നമ്മൾ ഫുഡൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെയുണ്ട് ആ ഒരു ഉഷാറങ്ങ് പോകും. എല്ലാം ആയിക്കഴിഞ്ഞില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫോണും നോക്കി ഫുഡ് കഴിക്കാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്ന് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടാകും. എന്നാലും ഫോണിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് അരമണിക്കൂർ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇങ്ങനെ നമ്മൾ അറിയാതെ പോകും. പക്ഷേ അങ്ങനെ നമ്മൾ ഇരുന്നോ ഈ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്തതൊക്കെ വെറുതെ ആകും. എന്തായാലും ഈ ഫുഡും കാര്യങ്ങളൊക്കെ ആയി. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ളതും കൂടെ അങ്ങ് ചെയ്യുക. അതായത് ഒരു മാക്സിമം പോയാൽ അരമണിക്കൂർ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ ഇത്തിരി ഫോൺ നോക്കാനോ പേപ്പർ വായിക്കാനോ അങ്ങനെയൊക്കെ സമയമെടുത്ത് ഒന്ന് റെസ്റ്റ് എടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത പണിയിലേക്ക് നീങ്ങുക. ഇതിപ്പം കുക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യാറുള്ളത് അലക്കാൻ മെഷീനിലിടല. അപ്പോൾ അത് ഒരു ട്രിപ്പൊന്നും തീരില്ലല്ലോ. അപ്പോൾ ആദ്യം ഒരു ട്രിപ്പ് ഇടും, അതിന് ശേഷം പിന്നെയും താഴെ വന്നിട്ട് ഇതിപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ മുകളിൽ വെച്ചതുകൊണ്ട് അതങ്ങ് ഇട്ടതിന് ശേഷം താഴെ വരും. അതിനുശേഷം അടുക്കളയിൽ വേറെ എന്തെങ്കിലും പൊടിയോ മുട്ടലോ അങ്ങനെ എന്തെങ്കിലും, അതായത് അടിച്ചു വരാനുള്ള പണികളൊക്കെ അങ്ങ് തുടങ്ങും. ഇതിപ്പം മീനൊക്കെ കുക്ക് ചെയ്ത ദിവസമായതുകൊണ്ട് തന്നെ ആ ഹോബ് വെറുതെ അങ്ങ് കഴുകാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ ചൂട് തന്നതുകൊണ്ട് അതും കൂടെ ചെയ്തിട്ടൊന്നങ്ങ് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. ഒരു ട്രിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലക്കാനിട്ടിട്ടുണ്ട്. പിന്നെ ഹോബൊക്കെ ഒന്നങ്ങ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ സാധാരണഗതിയിൽ ഞാനിപ്പം വെറുതെ തുടക്കുന്നതിന് പകരം ഒന്നുകിൽ ലിക്വിഡ് എന്തെങ്കിലും സോപ്പ് വാഷോ എന്തെങ്കിലും ഇടും, അതല്ലെങ്കിൽ പ്രില്ലെങ്ങാനുണ്ടെങ്കിൽ അത് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടാണ് നമ്മുടെ ആ ഒരു ഹോബൊക്കെ വൃത്തിയാക്കുക. അതെല്ലാം ഒന്നങ്ങ് കഴുകിയെടുത്തതിന് ശേഷം പൊടി മുട്ടിയിട്ട് അടിച്ചു വരും. അപ്പോൾ എൻ്റെ വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഇവിടെയും കൂടെ അതങ്ങ് ഓടിച്ചിട്ട് വൃത്തിയാക്കണം. ഇതിപ്പം നമ്മൾ കഴുകുമ്പോൾ ഒരിക്കലും സ്ക്രബ്ബറില്ലേ, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം പെട്ടെന്ന് സ്ക്രാച്ചസ് ഒക്കെ വരും. ഇപ്പോൾ നമ്മൾ എണ്ണയോ എല്ലാം മറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കും അത് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇടാന്ന്. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ. അപ്പോൾ ഞാനിപ്പം ആ ഒരു സ്പോഞ്ചില്ലേ, ആ സ്പോഞ്ച് കൊണ്ടാണ് ഇതൊക്കെ ഒന്നങ്ങ് കഴുകിയിട്ട് തുടയ്ക്കുന്നത്. അങ്ങനെ നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് നമ്മൾ 1 2 ട്രിപ്പ് ഒന്നങ്ങ് തുടച്ചാൽ തന്നെ നല്ല വൃത്തിയായി കിട്ടും. ഇനിയിപ്പോൾ നല്ല കറ പിടിച്ചു പോയ കറകളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി വിനാഗിരിയോ അല്ലെങ്കിൽ വിനാഗിരിയോ നമ്മുടെ ബേക്കിംഗ് സോഡയിലെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് എങ്ങാനും ഇട്ടിട്ട് ആ ഒരു സ്റ്റീലിൻ്റെ പാർട്ടൊക്കെല്ലാം ഒന്നങ്ങ് തുടച്ചെടുത്താലും നല്ല വൃത്തിയായിരിക്കും. കാണുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാകും. അതായത് ഒരാൾ മാത്രം എന്തിനാ അടുക്കളയിൽ പണിയെടുക്കുന്നത്, ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേപോലെ ചെയ്തുകൂടെ, അങ്ങനെയൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ തന്നെ ചെയ്തോളൂ. പക്ഷേ ഇവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ മാത്രമാണ് വന്നിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കുക്കിങ്ങും കാര്യങ്ങളും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ആസ്വദിച്ച് ചെയ്യുന്നതുമാണ്. എന്നെപ്പോലെയുള്ളവരും ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയായിരിക്കും ഇത് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. പൊടിയെല്ലാം ഒന്നങ്ങ് മുട്ടുന്നു. ഇപ്പം ഇതിപ്പോൾ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് പൊടി മുട്ടുന്നു, എന്നിട്ടങ്ങ് അടിച്ചു വാരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കഴിയും. ഇന്നിപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഫ്രീ ആയിട്ടുണ്ട്. കാരണം എനിക്കിപ്പം ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ അവിടെ ചെറിയൊരു സമയം കുറച്ചധികം കിട്ടിയിട്ടുണ്ടല്ലോ.
അങ്ങനെ 10 മണി മുതൽ പിന്നെ ഒരു 4 മണി വരെ നമ്മൾ ഫ്രീ ആണ്. എപ്പോഴും പറയുന്നത് പോലെ രാവിലെ എഴുന്നേറ്റിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചാൽ പിന്നെയുള്ള സമയം നമ്മുടെ കയ്യിൽ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സമയം മാറ്റി വയ്ക്കാം. നമുക്കിപ്പം പഠിക്കണമെങ്കിൽ പഠിക്കാം, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ 10 മണിക്കല്ല 8 മണിക്കെല്ലാം ഇട്ടിച്ച് പോകേണ്ടി വരും. ബാക്കി പണി നമുക്ക് വന്നിട്ടെടുക്കാം. ഇനി അതല്ല, എന്തെങ്കിലും ഹോബീസ്, ഗാർഡനിങ്, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് കെയർ, അല്ലെങ്കിൽ റീഡിങ്, എന്താണോ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ കുറച്ച് സമയം കിടങ്ങി ഉറങ്ങാം, അതല്ലെങ്കിൽ ഫോൺ നോക്കുക. എങ്ങനെയാണെങ്കിൽ 6 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറെങ്കിലും ഡെയിലി നമുക്ക് പകൽ പ്രഷ്യസ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് നമ്മൾ എപ്പോഴും, നമ്മൾ പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും എല്ലാം സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. എല്ലാവർക്കും 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഡെയിലി. പക്ഷേ ചിലർ പ്രൊഡക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, ചിലർ മടി പിടിച്ചിട്ട് ഓരോ ദിവസവും തള്ളി നീക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്ന് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ടാവണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോലെ. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഗൗരീസ് ഹോം എന്ന് സെർച്ച് ചെയ്യേണ്ടി വരില്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം അടുത്ത വീഡിയോയിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക്